കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ സജീവമായ പരിസരത്ത് മട്ടാഞ്ചേരി കൊട്ടാരം അല്ലെങ്കിൽ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു ഇരുനില പോർച്ചുഗീസ് വാസ്തുവിദ്യ അത്ഭുതം നിലകൊള്ളുന്നു. 1555 പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം കൊച്ചി രാജാവായ വീര കേരളവർമ്മയ്ക്ക് സമ്മാനിച്ചു. ഒരു നൂറ്റാണ്ടിന് ശേഷം 1663 ഡച്ചുകാരുടെ കൈകളിൽ ഇത് വലിയ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായി. അതിനുശേഷം ഡച്ച് കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊട്ടാരത്തിൻ്റെ ഉത്ഭവം, പരിണാമം, കഥകൾ, രഹസ്യങ്ങൾ എന്നിവ നിങ്ങളെ തീർച്ചയായും ആകർഷിക്കുമെന്നതിനാൽ എല്ലാവരും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കൊട്ടാരം. സമീപത്തുള്ള ക്ഷേത്രത്തിനുണ്ടായ കേടുപാടുകൾ നികത്താൻ കൊച്ചി രാജാവിന് നൽകിയ സമ്മാനമായിരുന്നു ഇത്. എന്നിരുന്നാലും ഒരു വലിയ നവീകരണത്തിന് ശേഷം ഡച്ചുകാർ കൊട്ടാരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൊട്ടാരം ഇന്ത്യൻ സർക്കാരിൻ്റെ സ്വത്തായി മാറിയത്. 1985 കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി. പിന്നീട് 2007 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതിനായി ഈ കൊട്ടാരത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നാലുകെട്ട് എന്നറിയപ്പെടുന്ന പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നടുമുറ്റത്തോടു കൂടിയ ചതുരാകൃതിയിലുള്ള ഒരു ഘടനയാണ് നാലുകെട്ട്. ഇവിടെ കൊട്ടാരത്തിൽ ചതുരാകൃതിയിലുള്ള ഘടന 4 വ്യത്യസ്ത ചിറകുകളായി തിരിച്ചിരിക്കുന്നു. അവ നടുവിലുള്ള മുറ്റത്തിലേക്ക് മിഴി തുറക്കുന്നു. മുറ്റത്തിൻ്റെ മധ്യത്തിൽ പഴയന്നൂർ ഭഗവതിക്ക്, അതായത് രാജകുടുംബത്തിൻ്റെ രക്ഷാധികാരി ദേവത, സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. കൊട്ടാരത്തിൻ്റെ ഇരുവശത്തും ശിവനും ശ്രീകൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. കൊട്ടാരത്തിൻ്റെ 2 നിലകളിലും യൂറോപ്യൻ ശൈലിയിലുള്ള കമാനങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിശാലവും ബൃഹത്തുമായ മുറികളുണ്ട്. ചുരുക്കത്തിൽ മട്ടാഞ്ചേരി കൊട്ടാരം കൊളോണിയൽ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. കൊച്ചി രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, ഛായാചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയാൽ ഈ കൊട്ടാരം പ്രശസ്തമാണ്. മിനുക്കിയ കറുത്ത മാർബിൾ പോലെ തോന്നിക്കുന്ന കൊട്ടാരത്തിൻ്റെ തറ, കത്തിച്ച തേങ്ങാ ചിരട്ട, കരി, നാരങ്ങ, മുട്ടയുടെ വെള്ള, സസ്യജാലങ്ങൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1-ാം നിലയിലെ ചുമരുകളിലെ ചുവർ ചിത്രങ്ങളിൽ രാമായണം, മഹാഭാരതം, കാളിദാസൻ്റെ കൃതികൾ തുടങ്ങിയ ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങളുണ്ട്. 1864 മുതൽ 1932 വരെയുള്ള കാലഘട്ടങ്ങളിലെ രാജകീയ വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ധരിച്ച കൊച്ചി രാജാക്കന്മാരുടെ ലൈഫ് സൈസ് ഛായാചിത്രങ്ങൾ ക്യാൻവാസിൽ എണ്ണച്ചായം കൊണ്ട് വരച്ചിരിക്കുന്നുണ്ട്. കൊച്ചി രാജാക്കന്മാരും അവരുടെ ശത്രുക്കളും ഉപയോഗിച്ചിരുന്ന വിവിധ ആയുധങ്ങളുടെയും, അതായത് വാളുകൾ, കഠാരകൾ, മഴു, കുന്തങ്ങൾ, പരിചകൾ, തോക്കുകൾ, പീരങ്കികൾ എന്നിവ, അതുകൂടാതെ നാണയങ്ങളുടെയും, അതായത് സ്വർണ്ണഫണം, വെള്ളി രൂപ, ചെമ്പ് കസുക്കൾ, വിദേശ കറൻസികൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ഡൈനിങ് ഹാളിൻ്റെ അലങ്കരിച്ച മരമേൽക്കൂര പിച്ചള കപ്പുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. രാജകുടുംബത്തിൻ്റെ വകയായിരുന്ന വസ്ത്രങ്ങളും പീരങ്കികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 17-18 നൂറ്റാണ്ടുകളിലെ ഡച്ച് ചിത്രങ്ങൾ, കൊച്ചിയെക്കുറിച്ചുള്ള പദ്ധതികൾ ഇവിടെ വിശദമാക്കുന്നു. വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമുണ്ട്. മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 5 രൂപയും 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രവേശനം സൗജന്യവുമാണ്. സന്ദർശന ദൈർഘ്യം 2 മണിക്കൂറാണ്. ജൂത സിനഗേറ്റ്, ജൂത ടൗൺ, സ്പൈസ് മാർക്കറ്റ്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, സുഭാഷ് പാർക്ക്, ഫോർട്ട് കൊച്ചി, ബീച്ച് എന്നിവ ഇതിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു.